ഈ പൂച്ചെണ്ടുമായി വന്നത് കുഞ്ഞിന്റെ മനസ്സ് വിഷമിപ്പിക്കാനാണോ? ഹേയ്, നന്ദിനി വളരെ നാളായി എന്നെ കാണാതിരുന്ന് കണ്ടതല്ലേ, അതെന്റെ സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞതായിരിക്കും. ഈ കുരങ്ങന്റെ മോന്ത കണ്ട ആരുടെ കണ്ണാറിയാ? എന്തെങ്കിലും പറഞ്ഞോ? കോഫി. താങ്ക് യു. എന്നാ ഞാൻ ഇറങ്ങട്ടെ നന്ദിനി, പിന്നെ വരാം. ഇന്ന് പ്രൊഡ്യൂസർ പ്രസാദിന്റെ പടത്തിന്റെ ഷൂട്ടിംഗുള്ള ദിവസമാണ്. ന്യൂസ് കവർ ചെയ്യാൻ പോകണം. ഞാൻ വരട്ടെ. അയ്യോ, ഷൂട്ടിങ്ങോ? എവിടെ? അതിന്റെ ഇടയിൽ എന്റെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ? എന്തിനാ? ഞാൻ മരിച്ചു കഴിയുമ്പം എനിക്ക് തന്നെ കാണാനാ. അതിനെന്താ, എടുക്കാം. നില്ലേ, അകത്ത് ഫിലിം ഇല്ലല്ലോ. നിനക്ക് ഇത് മതി. എന്താടാ അത്? മർഫി റേഡിയോ കുട്ടിക്ക് മീസ വന്നതുപോലെ ചെയ്യണതാ കയ്യ. ഫോട്ടോ ഇപ്പൊ കിട്ടും. മരിച്ചതിന് ശേഷം കാണാനല്ലോ. തരാം. ഒരു ഫോട്ടോ കൂടി എടുക്കാമോ? ഇനിയൊരു ഫോട്ടോ. കുറച്ച് ബാക്കിലെ പോ, കുറച്ചുകൂടെ പോ, കുറച്ചുകൂടെ പോയിക്കോ. ഒരു ആക്ഷൻ ഫോട്ടോ എടുക്കാൻ. ഇപ്പൊ ഫ്രെയിം ക്ലിയർ ആയി. ഞാൻ വരട്ടെ. ബൈ ബൈ. സ്വാമി, എങ്ങനെയുണ്ട്? ഏകാന്ത ധ്യാനത്തിന് പറ്റിയ സ്ഥലമാണ് സ്വാമിജി. നാം ട്രസ്റ്റിന്റെ പേരിൽ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യിച്ചതിന് അത് മാത്രമല്ല കാരണം. ആശ്രമത്തിന് തൊട്ടടുത്താണ്. ഒരു ചെറിയ നടപ്പാത മതി രണ്ട് കാമ്പൗണ്ടും തമ്മിൽ ബന്ധപ്പെടുത്താൻ. മനസ്സിലായി സ്വാമിജി. പിന്നെ ജീർണിച്ചു പോയെങ്കിലും ഈ ബിൽഡിങ്ങിന്റെ ഡിസൈൻ വളരെ പ്രത്യേകതയുള്ളതാണ് സ്വാമിജി. യെസ്, ആ പ്രത്യേകതയാണ് നമ്മെ ആകർഷിച്ച മറ്റൊരു കാര്യം. ഫ്രഞ്ച് ഡിസൈനാണ്. ഇപ്പോഴുള്ള രൂപത്തിൽ ഒരു മിനുക്കുപണി നടത്തിയാൽ മാത്രം മതി. കഴിയുമെങ്കിൽ ഒരു ജനാലച്ചില്ല് പോലും മാറ്റരുത്. ഐ മീൻ, ബിൽഡിങ്ങിനൊരു പുനർജന്മം. എന്താ സ്വാമിജി പറയും പോലെ ഈ പുരാവസ്തു ഗവേഷകന്മാരുടെ കണ്ണ് തള്ളണം. എസ്റ്റിമേറ്റ് എപ്പോ തരും? ഒരു 2 ദിവസത്തിനകം തരാം സ്വാമിജി. ഓക്കെ, യു ക്യാരി ഓൺ. ശരി സ്വാമിജി. അയ്യോ കുട്ടികള്, ഇവിടെ സാറും കൊച്ചമ്മയൊന്നും ഇല്ലല്ലോ. പിന്നെ എന്റെ കയ്യിലുള്ള കാശ് തന്നെ തരാം. എന്ന് വെച്ചാ എന്റെ കയ്യിലൊന്നും ഇല്ല. ഏതാ കുഞ്ഞി ഡോളർ മാല? ഇതെന്റെ ഒരു കൂട്ടുകാരി സമ്മാനിച്ചതാ. കൂട്ടുകാരി എനിക്കറിയാം. ഇതല്ലേ ആ കൂട്ടുകാരി? കുഞ്ഞെ, ഒന്നും മറച്ചു വെക്കണ്ട. എന്നോടെല്ലാം തുറന്നു പറയാം. പേടിക്കേണ്ട കാര്യമില്ല. കുഞ്ഞിന്റെ ചേട്ടൻ ഗായത്രി കുഞ്ഞിന്റെ പുറകെ പ്രേമിച്ച് നടന്നാ കിട്ടിയത്. കുഞ്ഞ് ഇഷ്ടപ്പെടുന്ന കൊച്ചൻ ഏത് ജാതിയായാലും ചേട്ടനോട് പറഞ്ഞാൽ മതി. അദ്ദേഹത്തിന് ജാതിയും മതവും ഒന്നും പ്രശ്നമല്ല. ഈ പയ്യനെ കൊണ്ട് തന്നെ നന്ദിനി കുഞ്ഞിനെ കെട്ടിച്ചു തരാം. ഇല്ല, എനിക്കതിന് ഭാഗ്യമല്ല കേശു. എന്റെ അരവിന്ദൻ ഈ ലോകത്തിലില്ല. ആരാ? ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്. മനസ്സിലായില്ല. ഞാൻ സുലോചനൻ, വെള്ളിത്തിരയുടെ റിപ്പോർട്ടറാണ്. ഇരിക്കൂ. താങ്ക് യു. നിങ്ങളാണല്ലേ ഇന്നലെ അപ്പോയിന്റ്മെന്റ് വാങ്ങിയത്? അതെ മാഡം. ഇല്ലാത്തതൊക്കെ എഴുതി പിടിപ്പിക്കാനാണോ വന്നിരിക്കുന്നത്? അയ്യോ, ഞാൻ അത്രത്തപ്പെട്ട റിപ്പോർട്ടല്ല മാഡം. ഞങ്ങൾ ഇഷ്ടതാരങ്ങൾ സംസാരിക്കുന്നു എന്ന ഒരു പങ്ക്തി ആരംഭിക്കുക. ആദ്യത്തെ ലക്കം മാഡത്തിൻ്റെതായിരിക്കണമെന്നാണ്. ഞാൻ എന്താ പറയേണ്ടത്? പേര്? മിസ് ഡാലിയ. അതല്ല, യഥാർത്ഥ പേരാ ഞാൻ ചോദിച്ചത്. ചെല്ലു. എങ്ങോട്ട് ചെല്ല? എന്നെ ആരും വിളിച്ചില്ലല്ലോ. ഞാൻ ചെല്ലുന്ന് പറഞ്ഞത് എന്റെ പേരാ. എന്റെ അച്ഛനും അമ്മയും എനിക്കിട്ട പേര് ചെല്ലമ്മേന്നാ. വാത്സല്യം കൊണ്ട് ചെല്ലുന്ന് വിളിക്കും. അപ്പോ വയസ്സ്? ഡിസംബർ 20. വർഷം? അത് പറയില്ല, എന്റെ ഇമേജിനെ ബാധിക്കും. ഓക്കെ, സിനിമയിൽ വന്നില്ലെങ്കിൽ ആരാകാനായിരുന്നു ആഗ്രഹം? എനിക്ക് IAS പോണമെന്നായിരുന്നു. അച്ഛനും ഡോക്ടർ, അമ്മയ്ക്ക് സിനിമയിലാ ഇഷ്ടം. വിവാഹത്തെ കുറിച്ച് എന്തെങ്കിലും സങ്കല്പമുണ്ടോ? ഇപ്പോഴില്ല. പിന്നെ എപ്പോഴാ?
പ്രൊഡ്യൂസർ പ്രസാദ് നിങ്ങളെ വിവാഹം കഴിക്കും എന്ന ഒരു വാർത്ത ഉണ്ടല്ലോ. അത് നിങ്ങളെപ്പോലുള്ളവർ എഴുതി ഉണ്ടാക്കുന്നതാ. ഷൂട്ടിംഗ് സ്ഥലത്ത് ആളൊതുക്കാൻ പോലീസ് വന്നപ്പോ എന്നെ പിടിച്ചോണ്ട് പോകാൻ വന്നെന്ന് എഴുതിയതല്ലേ? ഹലോ, ആ ജസ്റ്റ് എ മിനിറ്റ്. മിസ്റ്റർ സുലു, നാളെ വരൂ, എനിക്കൊരു ഗസ്റ്റ് ഉണ്ട്. മാഡം, ഈ മാറ്റർ ഇന്ന് കൊടുക്കാനുള്ളതാണ്. എന്റെ ഇന്റർവ്യൂ വേണമെങ്കിൽ എന്റെ സൗകര്യം അനുസരിച്ച് വരണം. അത് മതി. ഗസ്റ്റ് പറഞ്ഞത് എന്തിനാണെന്ന് ആർക്കറിഞ്ഞൂടാത്തത്. ഞാൻ വരട്ടെ മാഡം. ഓക്കെ, ഫോൺ ചെയ്തിട്ട് വരണം. ശരി മാഡം. ഹലോ, ആ ഇങ്ങോട്ട് പോന്നോളൂ. സിറ്റുവേഷൻ എവിടെ വായി നോക്കിക്കൊണ്ടിരിക്കണം? ഇങ്ങോട്ട് നോക്കുന്നത്. ഞാൻ പറഞ്ഞോട് കേൾക്കുന്നുണ്ട്. അർദ്ധരാത്രി കൊളുത്തി നല്ല കൂരിരുട്ട്. അതായത് നായകൻ കാറിൽ വരുമ്പോ വെള്ള വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ നിങ്ങളുടെ കാറിന് മുന്നിൽ വന്ന് കൈ കാണിക്കും. മാറ്റോട് പണ്ടാരോ, ഇത് ഒട്ടിച്ച പിന്നെ സംസാരിക്കാൻ പറ്റില്ല. ആ പെൺകുട്ടിയെ റെഡിയാക്കണം സാർ. ഞാൻ പ്രൊഡ്യൂസറാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ പഠിക്കാനുള്ള ഡയലോഗ്സ് ഉണ്ട് വേറെ, മനസ്സിലായോ? താനെന്നെ നടികളും വിളിച്ചൊരുതരം ആക്കല്ലേ. ഓ, സിനിമയെ കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്ത ഒരു പ്രൊഡ്യൂസർ. നമസ്കാരം. ആയിരിക്കെ. ആ ഡാലിയെ കണ്ടില്ലല്ലോ. ഡാലിയ റൂമിലുണ്ട്. ഇന്ന് എനിക്ക് മാത്രമേ വർക്കുള്ളൂ. പ്രൊഡ്യൂസർ തന്നെ വില്ലൻ വേഷം ധരിച്ചോ? അത് ആർട്ടിസ്റ്റുകൾക്ക് ആർക്കും വില്ലൻ വേഷം ചെയ്യാൻ വയ്യ. എല്ലാവർക്കും ഹീറോ ആകണം. പെണ്ണുങ്ങൾ ഇടികൊള്ളില്ല, ഹീറോട് ഇടികൊള്ളില്ല, അത് ചെയ്യില്ല, ഇത് ചെയ്യില്ല, കംപ്ലീറ്റ് ഈഗോ. എന്തൊക്കെയാ ഡിമാൻഡ്? എല്ലാവരും ഹീറോയിൽ പടമെടുക്കാൻ പറ്റുമോ? ആരെങ്കിലും ഒരാൾ വില്ലനായാലേ പറ്റൂ. ആരെയും കിട്ടാത്തത് കൊണ്ട് ഞാൻ തന്നെ വില്ലനായി. അത് കൊള്ളാം. കാസും മിച്ചം, പിന്നെ കാൽഷീറ്റും സുലഭം. അത് മാത്രല്ല, എനിക്കൊന്ന് ഹീറോയിനായിട്ട്. സാർ, ഒരു ഫോൺ കോൾ ഉണ്ട്. ഹലോ ഹലോ ഹലോ, നമസ്കാരം സാർ. ഹലോ, പ്രൊഡ്യൂസർ പ്രസാദ് ഹിയർ. ഐ ആം രംഗൻ. ഇപ്പൊ എവിടുന്ന? ഐ ആം ഹിയർ ഓൺലി. എന്താ കാര്യം? എനിക്ക് കുറച്ചുകൂടി പണം വേണം. കൊടുത്തുവിടാം. ഓക്കേ. ഇനി ഞാൻ അവന് കൊടുക്കാൻ പോകുന്നത് പണമല്ല. തങ്കപ്പൻ നിങ്ങൾ വിളിക്കാം. തങ്കപ്പൻ, അവിടെ പോയി വിളിക്കണോ? ശരി സാർ. സാർ, കടുവ. കടുവ തങ്കപ്പൻ. താൻ ഇന്നലെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലിട്ടോ? തന്നെ സാർ, നമ്മുടെ ജീപ്പിന്റെ മറ്റേ വീല് കാണാതായിട്ട് 3-4 ദിവസമായി. നോക്കിയപ്പോൾ തന്നെ ഇന്നലെ ഡിങ് ഡിങ് റോഡിൽ കൂടെ മറ്റേ വീല് ഉരുട്ടിക്കൊണ്ട് പോകുന്നു. പിടിച്ച് അങ്കാമൂടി 4 അടിയും കൊടുത്ത് പിടിച്ചകത്തിട്ടുണ്ട്. താൻ ആരെ അറസ്റ്റ് ചെയ്യുന്നറിയോ? നമ്മുടെ ഐജിയുടെ ഡ്രൈവർ. ഇനി മേലാൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ ചെയ്താലുണ്ടല്ലോ, താൻ പിന്നെ ഇവിടെ ഇരിക്കില്ല, കാസർഗോഡ് ഇരിക്കും. അയാളെ തുറന്നുവിട്. ആ ഫോണാരുടെ? ഹലോ ഹലോ, ബാലേന്ദ്രൻ ഉണ്ടോ? അതെ, ബാലേന്ദ്രൻ. നിങ്ങളാരാ? ഞാൻ ഇവിടുത്തെ കോൺസ്റ്റബിൾ. ഞാൻ ബാലേന്ദ്രന്റെ ഫ്രണ്ടാ. നിങ്ങൾ വല വീശി കാത്തിരിക്കുന്ന ഒരു വാണ്ടഡ് പുള്ളിയില്ലേ, രംഗൻ. രംഗൻ അയാൾ എവിടെയുണ്ട്? എവിടെയുണ്ട്? അയാളിപ്പോ എവിടെയുണ്ട്? പട്ടണത്തിലുണ്ട്. ഇനി ഇവിടെ പലതും നടന്നു വരും. പട്ടണത്തിൽ ഇപ്പൊ എവിടെ എത്തിയിട്ടുണ്ട്? ഹോട്ടൽ ആനന്ദായിൻ. ഹോട്ടൽ ആനന്ദായിൻ. രംഗൻ എന്ന പേരുള്ള ഒരുത്തനല്ലേ ഇവിടെ താമസിച്ചിരുന്നത്? അതെ സർ. അയാൾ എവിടെ? അല്പം മുമ്പ് ഒരു സ്ത്രീയുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു സർ. ഏത് സ്ത്രീയുടെ? കൃത്യമായി അറിയില്ല സർ. ഏതോ ഒരു ഡാലിയ. രംഗൻ എപ്പോഴാ മുറി വിട്ട് പോയത്? കോള് വന്നതിന് ശേഷം അയാളെ പറ്റി യാതൊരു വിവരമില്ല സർ. റൂമിന്റെ ചാവി പോലും തരാതെ പോയത്. അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തിയില്ലെങ്കിൽ ഇപ്പൊ കാണായിരുന്നു പോലീസിന്റെ വലയിലാകുന്നത്. നീ നന്ദിയുള്ളവളാണെന്ന് എനിക്കറിയാം. അതുകൊണ്ടല്ലേ പ്രസാദ് തന്ന പണത്തിന്റെ പകുതി ഞാൻ നിനക്ക് തന്നത്. നീ എന്നും എന്റേതായിരിക്കണം ഡാർലിംഗ്. ഒരിക്കൽ ഞാൻ രക്ഷപ്പെടുത്തി. ഇനി എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ഉത്തരവാദിയല്ല. സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്റെ ഡാലി എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല. പറയൂ, ഡാലി എന്നോടൊപ്പം ഉണ്ടാവില്ലേ? അയ്യോ, ഇതെങ്ങാനും പ്രസാദ് അറിഞ്ഞാ പിന്നെ എന്നെ ജീവനോടെ വെച്ചേക്കില്ല. അത്രയ്ക്ക് ഭയങ്കരനാണ് അയാൾ. ഇനിയും ഞാനിവിടെ വരുന്നത് നല്ലതിനല്ല. അപ്പോ ഡാലി ഒരു കാര്യം ചെയ്യൂ. ഡാലിക്ക് പകരം മറ്റാരെങ്കിലും? അത് നോക്കാം.
എന്നാ ഞാൻ വരട്ടെ. ഓക്കെ, ബൈ. ബൈ. See you. See you. നീയോ? അതെ. നീ എങ്ങനെ ഇവിടെ വന്നു? വന്നു. എനിക്ക് കുറച്ചു നാൾ കൂടി ഈ നഗരത്തിൽ കഴിഞ്ഞുകൂടണം. 1-2 കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിന് നിങ്ങളുടെ സഹായം എനിക്ക് കിട്ടണം. ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കാൻ? നീ വാണ്ടഡ് പുള്ളിയല്ലേ? ആയിരിക്കാം. എത്രയോ കേസുകളിൽ നിന്ന് നിങ്ങൾ എന്നെ രക്ഷിച്ചിട്ടുണ്ട്. നിങ്ങൾ വിചാരിച്ചാൽ ഇപ്പോഴും എന്നെ പിടിച്ചു നിർത്താൻ പറ്റും. എത്രയോ ലക്ഷങ്ങൾ ഈ കൈകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഒടുവിലായി അരവിന്ദനെ കൊന്നപ്പോൾ മതി, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. നീ ഇപ്പൊ ഇവിടെ നിന്ന് പോ. പോ. വിജയരംഗൻ, തൊഴിക്കേണ്ടവന്റെ മുമ്പിൽ തൊഴുകയോടെ നിൽക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. മനസ്സിലായില്ല സർ. ലോയർ വിശ്വനാഥനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പച്ചച്ചിരിയുമായി പരിശുദ്ധാത്മാവിനെ പോലെ നമ്മെല്ലാം വട്ടമിടുകയാണ് അയാൾ. എന്തിനാണെന്ന് മനസ്സിലായോ? എങ്ങനെ മനസ്സിലാക്കാനാണ് സർ? അയാൾ അതിസമർത്ഥനായ ഒരു അഡ്വക്കേറ്റ് അല്ലേ? ആ, അയാളുടെ സാമർഥ്യം പലപ്പോഴും സത്യത്തെ പരാജയപ്പെടുത്താറുണ്ട് കോടതിയിൽ. പക്ഷെ ഗൗണിട്ടവരെല്ലാം കുറുനരികളല്ലാത്തത് കൊണ്ട് അവസാനം ജയിക്കുന്നത് സത്യം തന്നെയായിരിക്കും. ലോയർ വിശ്വനാഥ് സ്നേഹം നിറഞ്ഞവനാണെന്നല്ലേ സാർ പറയാറുള്ളത്? യെസ്, ഞാൻ അങ്ങനെ ധരിച്ചു പോയി. അയാൾ സ്നേഹിക്കുകയല്ല, സ്നേഹം അഭിനയിക്കുകയാണ്. എന്തിനാണെന്നറിയോ? രംഗന്റെ പിന്നാലെയുള്ള പോലീസിന്റെ നീക്കങ്ങൾ മനസ്സിലാക്കാൻ. ഒരു അഡ്വക്കേറ്റ് എപ്പോഴും അയാളുടെ ക്ലയന്റിനെ രക്ഷിക്കാനേ ശ്രമിക്കൂ സർ. രക്ഷിക്കട്ടോ, ഗോഡ്സെക്കും കിട്ടിയില്ലേ ഒരു വക്കീലിനെ? പക്ഷെ നമ്മൾ നിയമം പഠിച്ചതും അത് പാലിക്കുന്നതും നീതിക്ക് വേണ്ടിയായിരിക്കണം. കൊല ചെയ്യുന്നവനേക്കാൾ കൊലയാളിയെ പ്രോത്സാഹിപ്പിക്കുന്നവനെ വേണം നമ്മൾ സൂക്ഷിക്കാൻ. രംഗൻ അയാൾ അഡ്വക്കേറ്റ് അല്ല, ആയുധം പണിയുന്നവനാണ്. അങ്ങനെയാണെങ്കിൽ അയാളുമായുള്ള എല്ലാ ബന്ധങ്ങളും സാർ അവസാനിപ്പിക്കണം. ആ, അവസാനിപ്പിക്കാം. ആ, സെഷൻസ് ജഡ്ജ് കൃഷ്ണസ്വാമി. യെസ് സർ. ഹലോ, ജഡ്ജി സാറാണ്? അതെ. ആ, 1 സെക്കൻഡ്. ഗുഡ് മോർണിംഗ് സർ. ബാലേന്ദ്രന് പറയൂ. പുതിയൊരു ഓഫർ ഇല്ലേ രംഗന് വേണ്ടി? ഞാൻ എങ്ങനെ അറിഞ്ഞു? ഞങ്ങളൊക്കെ ഈ ലോകത്ത് തന്നെ അല്ലേ സർ? എത്രയാണ്? 10 lakhs. വെരി ഗുഡ്. കാര്യം സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതാ. താങ്ക് യു സർ. ഹലോ മിസ്റ്റർ ബാലേന്ദ്രൻ, വരൂ, ഇരിക്കൂ. ഞാൻ ഇരിക്കാനല്ല വന്നത്. പിന്നെ രംഗൻ എവിടെ? ഏത് രംഗൻ? ബുള്ളറ്റ് രംഗൻ. ഞാൻ അങ്ങനെ ഒരാളെ അറിയില്ല. അവന്റെ പേര് പോലും കേട്ടിട്ടില്ല. ലോയർക്ക് അറിയില്ല? ഏയ്, എനിക്കറിയില്ല. നോ, ലോയർക്ക് അറിയാം. ഒരു നിയമജ്ഞൻ ശ്രമിക്കേണ്ടത് സത്യത്തിന്റെ വിജയത്തിന് വേണ്ടിയാണ്, അല്ലാതെ വെറും പണത്തിന് വേണ്ടി ഒരു കൊലയാളിക്ക് കൂട്ടുനിൽക്കാനല്ല. അങ്ങനെയെങ്കിൽ പിന്നെ കോർട്ട് എന്തിന്? കളങ്കമറ്റ കോർട്ടിന്റെ മഹത്വം മനസ്സിലാക്കാത്ത നിങ്ങൾ ഒരു അഡ്വക്കേറ്റ് ആണോ മിസ്റ്റർ? ലാ പോയിന്റുകളൊന്നും എന്നെ പഠിപ്പിക്കണ്ട മിസ്റ്റർ ബാലചന്ദ്രൻ. ക്രിമിനൽ കേസുകളിൽ പേരെടുത്ത ഒരു നിയമജ്ഞനാണ് ഞാൻ. പ്രതിയെ വാദിയാക്കും, വാദിയെ പ്രതിയാക്കും. യെസ്, അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചോദിച്ചത് രംഗൻ എവിടെയെന്ന്. രംഗൻ എവിടെ വെച്ച് കണ്ടാലും ഫയർ ചെയ്യാനുള്ള IG-യുടെ ഓർഡർ. നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമെങ്കിൽ രക്ഷിച്ചോളൂ. വേണ്ട, ഇവിടെ വെച്ച് വേണ്ട. ഞാൻ നിയമം പഠിച്ചവനാണെങ്കിൽ നിന്നെ പുറത്തു കൊണ്ടുവരും. അക്കാര്യം ഞാൻ ഏറ്റു. ഹലോ, ആരാ? ഞാൻ രംഗനാണ്, ബുള്ളറ്റ് രംഗൻ. DSP ഉണ്ടോ? ഇല്ല, നീ ഏതാ? ഞാൻ ഇവിടുത്തെ ജോലിക്കാരിയാ. നിന്റെ സാറിനോട് പറ, രംഗനെ തൂക്കുമരത്ത് കയറ്റാനും വെടിവെച്ച് കൊല്ലാനും ഒന്നും നോക്കരുതെന്ന്. നോക്കിയാ അവനെയും അവന്റെ കുടുംബത്തെയും വക വരുത്തിയിട്ടേ ഈ രംഗൻ ഇവിടം വിട്ടു പോകുന്നു. നാളെ എന്റെ പെങ്ങളുടെ വിവാഹ നിശ്ചയമാണ്. അവളുടെ വിവാഹം കഴിഞ്ഞാൽ അടുത്ത ദിവസം ഞാൻ നിന്റെ ചേട്ടനെ കാണും. എന്തിന്? നമ്മുടെ കാര്യം തീരുമാനിക്കാൻ. അത്രയ്ക്ക് തിടുക്കായോ? അതെ, എന്റെ ഒരേ ഒരു പെങ്ങളാണ് തുളസി. അവൾ പോയി കഴിഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാകും.
അച്ഛനമ്മമാരില്ല, അടുത്ത റിലേഷൻസ് ആയിട്ടും ആരുമില്ല. പിന്നെ ജീവിതത്തിനൊരു കൂട്ട്, അത് നന്ദിനി മാത്രം. എന്നെ കുറിച്ച് ചേട്ടനോടോ ചേട്ടത്തേമ്മയോടോ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഓ പിന്നെ പിന്നെ പറയേണ്ടവർ നേരിട്ടങ്ങ് പറഞ്ഞാ മതി, അപ്പ കാണാൻ പൂരം. കണ്ണാടി മാളികയുടെ കാര്യത്തിൽ ആ അരവിന്ദ് വഴങ്ങുന്ന ലക്ഷണമില്ല. ആർക്കാണെന്ന് പറഞ്ഞു? എല്ലാം പറഞ്ഞു. അവൻ ആ മാളിക വിട്ടുതരില്ലെന്ന് മാത്രമല്ല, അവന്റെ തന്തയെ ചതിച്ചു എന്നവരോട് പ്രതികാരം ചെയ്യുമെന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നമ്മൾ ഒന്നിച്ചു നിന്നേ പറ്റൂ.